അപ്പൊ അങ്ങനെ ആ ഒരു സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ സഞ്ചാർ സാധി എന്ന് പറയുന്നത്. ഇത് മൊബൈൽ ഫോൺ കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ ലഭിക്കുന്ന എല്ലാ ഫോണുകളിലും നിർബന്ധമായ ആപ്ലിക്കേഷൻ ഇൻബിൽട്ട് ആയിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം വന്നിരിക്കുന്നത്? ആ പോയത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷം പറയുന്നത് ഇത് പെഗാസസിന് തുല്യമാണെന്ന്. പെഗാസസ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ പോയിന്റ്. നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ IT മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. IT മാത്രമല്ല, നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് 2-3 ആസ്പെക്റ്റിലെ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. ഇത് 2-3 ദിവസം സഞ്ചാർ സാധി ആപ്പ് എന്ന് പത്രത്തിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഇന്നും വാർത്തയുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസവും വാർത്തയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വാർത്തയുണ്ടാവും. കാര്യം എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ എടുത്ത് അടിക്കാൻ ആവശ്യമായിട്ട് ഒരു ആയുധമാക്കി മാറ്റുന്ന സാഹചര്യത്തിലേക്ക് വന്നു. കാരണം മറ്റൊന്നുമായിട്ട് ഉപമിച്ചുകൊണ്ട് ഇത് അങ്ങനെയാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷം. അപ്പൊ എന്താണ് മിസ് സഞ്ചാർ സാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അതായത് നമ്മുടെ ഫോണൊക്കെ കട്ടുകൊണ്ട് പോകില്ല, നമ്മുടെ ഫോൺ എങ്ങനെയും നഷ്ടപ്പെടുക, നമ്മൾ അതിന്റെ ലോക്ക് മാറ്റിയിട്ട് ദുരുപയോഗം ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കേസ് ആരുടെ പേരിൽ വരും? നമ്മുടെ പേരിൽ. അപ്പൊ അങ്ങനെ ആ ഒരു സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ സഞ്ചാർ സാധി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓൾറെഡി അത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താലും മതി, അങ്ങനെയായിരുന്നു. പക്ഷെ ഇനി മുതൽക്ക് നമ്മൾ പഴയ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴിയും അതുപോലെ പുതിയ ഫോണുകൾ വാങ്ങുന്നവർ, അതായത് മൊബൈൽ ഫോൺ കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ ലഭിക്കുന്ന എല്ലാ ഫോണുകളിലും നിർബന്ധമായ ആപ്ലിക്കേഷൻ ഇൻബിൽട്ട് ആയിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് FB വരുന്നുണ്ട്, അതുപോലെ യൂട്യൂബ് ഒക്കെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. അത് ഈ പറഞ്ഞ മൊബൈൽ കമ്പനികൾ അതുപോലെ ഈ സ്ഥാപനങ്ങളായിട്ടുള്ള കൊളാബറേഷനാണ്. അതിലെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ആപ്ലിക്കേഷനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സാഹചര്യം അതുപോലെ നിങ്ങൾക്ക് ഇൻബിൽട്ട് ആയിട്ട് വെച്ച് തരാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യുമായിരുന്നത്. അതൊക്കെ കോടികളുടെ ബിസിനസ് ആണടാ. അപ്പോൾ ഇതിപ്പോൾ ഇൻബിൽട്ട് ആയിട്ട് വരാൻ പോവാണ്. ഇൻബിൽട്ട് ആയിട്ട് വരാന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്താ പ്രശ്നം വന്നിരിക്കുന്നത്? ആ പോയത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷം പറയുന്നത് ഇത് പെഗാസസിന് തുല്യമാണെന്ന്. പെഗാസസ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ പോയിന്റ്. പെഗാസസ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു ചാര സോഫ്റ്റ്വെയർ ആണ്. പെഗാസസ് നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്പൈവെയർ ആയിട്ട് നിങ്ങൾ പോയില്ല. സ്പൈവെയർ എന്ന് പറയുമ്പോൾ എല്ലാവരും മാനുവലി ഇൻസ്റ്റാൾ ചെയ്യുന്നതല്ല, സ്പൈവെയർ ആയിട്ട് നമ്മുടെ ഒരു വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഏത് സമയത്തോടെ പെഗാസിന് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റും, അതുപോലെ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും, നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പെഗാസിന് മാത്രമല്ല പറ്റുന്നത്, നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം, ആമസോൺ ഇൻസ്റ്റാൾ ചെയ്യും. ഹലോ കൊടുക്കും അല്ലേ, ലൊക്കേഷൻ എടുത്തോ അല്ലേ, നമ്മുടെ ക്യാമറയ്ക്ക് ആക്സസ് എടുത്തോ. പിന്നെ ഒരു സാധനം ചോദിക്കും, നിങ്ങളുടെ മൈക്രോഫോണിന്റെ ആക്സസ് കൂടെ ഞങ്ങൾ എടുക്കുകയാണെന്ന് പറയും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ ശേഷം സംസാരിച്ചതിന് ശേഷം ആമസോൺ എടുത്ത് നോക്കും, ആമസോണിൽ മിക്കവാറും 99% നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്ലിക്കേഷൻസ് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, കാര്യങ്ങൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് ഇങ്ങനെ പുതിയ ഹെഡ്സെറ്റ് വാങ്ങണമെന്ന് എന്റെ അടുത്ത് വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ഫുൾ ഹെഡ്സെറ്റ്. അപ്പൊ എന്റെ പറയുകയും ചെയ്തു, ഇത് ഞാൻ നിന്റെ അടുത്ത് വെറുതെ പറഞ്ഞതാണ്, ഇത് എവരിങ്ങനെ തരുന്നത്. ഇപ്പോഴാണ് അതിന്റെ ഒരു നമ്മളിപ്പോ പെഗാസിലേക്ക് പോകണ്ട. മോസ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻസ് ആർ എന്താണ്, നമ്മുടെ ഡാറ്റ എടുക്കുന്നുണ്ട്, നമ്മുടെ ഡാറ്റ നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺസ് നിങ്ങൾ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ പെർമിഷൻ നോക്കിങ്ങട്ടോ കൊടുക്കുക. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് പെഗാസസിന്റെ ബാക്കി വിശേഷങ്ങൾ. പെഗാസസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാം നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം, ഈ പെഗാസസിന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈൽ ക്യാമറ ഓൺ ആക്കാൻ, നമ്മുടെ മൈക്രോഫോൺ ഓൺ ആക്കാനും പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഡേറ്റയൊക്കെ പെഗാസസ് അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ളൊരു സംവിധാനമുണ്ട്. അപ്പൊ ആ ഒരു പെഗാസസിനോടാണ് നമ്മുടെ ഈ ഒരു സഞ്ചാർ സാധി വോയിസ്. അതുപോലെ ഇപ്പൊ സർക്കാരിന്റെ ഒരു ചാരപ്രവൃത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തില് നമ്മുടെ ഫോട്ടോ ഓൺ ആക്കാനും, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏത് ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴത്തേക്ക് ഈ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കുറെ പ്രത്യേകതകൾ ഈ ആപ്ലിക്കേഷന് ഉണ്ട് എന്നാണ് ആരോപണം വന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ എന്താണ് നമ്മുടെ പ്രൈവസി കടന്നു കയറ്റം. പ്രൈവസി ഒക്കെ പോയടേ, പ്രൈവസി ഒന്നും ഇല്ല, അതൊക്കെ ഫണ്ട് ഒരു വാക്കായി. പ്രൈവസി ഒക്കെ പോയി. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കൊണ്ട് അവിടെ പോയാൽ നിങ്ങൾ പ്രൈവസി പോയി.
അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് track ചെയ്യാൻ പറ്റുമല്ലോ എവിടെയാണുള്ളതെന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ദൃശ്യം സിനിമയിൽ തന്നെ പുതിയ ആ ഫോൺ മാറ്റി വേറൊരു ചെറിയ ഫോണിൽ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ ഫോൺ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, സാധാ ഫോണാണ്, അതിന്റെ ഏത് ടൈപ്പ് ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് വരും. നമ്മുടെ വിഷയം PSC ആണ്. PSC നമുക്ക് ഇതിനകത്ത് PSC ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അതായത് ഒന്ന് നമ്മുടെ സഞ്ചാർ സാധി ആപ്പ് തന്നെയാണ്. അതായത് നമ്മുടെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ മൊബൈൽ ആപ്ലിക്കേഷൻ അത് സഞ്ചാർ സാധി. അതുപോലെ നമുക്ക് പ്രതിപക്ഷം ഇട്ട് തന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പെഗാസസ് ആണ്. പെഗാസസ് ഏത് രാജ്യത്തിന്റെ സ്പൈവെയർ ആണ് എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ. ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. IT ചോദിക്കാം, അതുപോലെ നമുക്ക് മറ്റുള്ള കറണ്ട് അഫയേഴ്സും ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ന്യൂസ് അഡ്വൈസായിട്ട് നമുക്ക് ഉടനെ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.